ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ട്രേഡിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു പെർഫെക്റ്റ് ട്രേഡിംഗ് സെറ്റപ്പാണ് വന്നത്. പക്ഷേ ഈ ഒരു മാർക്കറ്റിൽ ഞാൻ ലോസ് ആണ് മേക്ക് ചെയ്തത്. കാരണം എന്താണെന്നല്ല, ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് ഞാൻ ലൈവായിട്ട് ട്രേഡ് ചെയ്ത് മാർക്കറ്റിൽ ലോസ് ചെയ്തുകൊണ്ട് പഠിക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കണ്ട. നമുക്ക് നേരെ ഇന്നത്തെ ട്രേഡിംഗ് വീഡിയോയിലോട്ട് പോവാം. നമ്മൾ പുട്ട് സൈഡിലോട്ടാണ് ട്രേഡ് പ്ലാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി നമ്മളിവിടെ ക്വാണ്ടിറ്റി ബുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് പുട്ട് സൈഡിലോട്ട്. ഓക്കെ, നമ്മൾ ട്രേഡ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാൻ പറ്റും 200 ക്വാണ്ടിറ്റി ആണ് ട്രേഡ് എടുത്തത്. ഓക്കെ, പുട്ട് സൈഡിലോട്ടാണ് എൻട്രി എടുത്തത്. നമ്മുടെ എസ് എൽ എന്ന് പറഞ്ഞാൽ ചെറിയ എസ് എൽ ആയിരിക്കും. ഓക്കെ, ഞാൻ മാനുവലി ആയിരിക്കും ഇവിടെ എക്സിറ്റ് അടിക്കുന്നത്. ഇതിന്റെ ഡേറ്റ് നിങ്ങൾ കാണുന്നത് December 9 December 9 നമ്മൾ ഈ ട്രേഡ് ഇവിടെ എടുക്കുന്നത്. നിങ്ങൾ കാണാൻ പറ്റും നല്ല മൂവ്മെന്റ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, 1000 രൂപ വരെ പ്രോഫിറ്റ് പോയതാണ്. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്, നമുക്ക് ടാർഗറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ച് വരെ നമുക്ക് ടാർഗറ്റ് എടുക്കാവുന്നതാണ്. ഓക്കെ, ഷോർട്ട് നമുക്കിപ്പോ ഈ ഒരു റേഞ്ച് വരെ നമുക്ക് ടാർഗറ്റ് എടുക്കാം. ഓക്കെ, ഈ ഒരു റേഞ്ച് വരെ ആയിരിക്കും നമ്മുടെ ടാർഗറ്റ് ഉണ്ടാവുക. ഇവിടെ വന്നാൽ നമ്മൾ എക്സിറ്റ് ആവും കേട്ടോ. അതായത് നമ്മൾ ഇവിടുന്ന് ട്രേഡ് എടുത്തു ഈ ഒരു റേഞ്ച് വരെ. ഇവിടെ വെസ്റ്റ് ടോപ്പ് സപ്പോർട്ട് ഉണ്ട്. അപ്പം ഈ ഒരു ഭാഗത്ത് വരെ എത്തുമ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്യണം. ഓക്കെ, 950. ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ച് നമ്മൾ എസ് എൽ ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്നിട്ട് എസ് എൽ റൺ ചെയ്യാം. ഓക്കെ, 100 പോയിന്റ് എസ് എൽ. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു സ്പൈക്ക് മേലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എസ് എൽ വെക്കായിരുന്നു. ഉണ്ടോ, ഓൾമോസ്റ്റ് 1000 രൂപ വരെ പ്രോഫിറ്റ് പോയിട്ട് ഇപ്പൊ വീണ്ടും നമുക്ക് മൈനസ് ആണ്. ഓക്കെ, 400 പോയിന്റ് മൈനസ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ എവിടെയാണ് എക്സിറ്റ് ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ ലൈവ് ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, എന്റെ എക്സിറ്റ് പോയിന്റും കാര്യങ്ങളൊക്കെ 10 പോയിന്റ് ആയിരിക്കും എസ് എൽ. ഇപ്പൊ നമ്മളൊരു 100 പോയിന്റ് കണക്ക് നമ്മുടെ എടുത്ത പ്രൈസ് 100 പോയിന്റ് എടുത്ത് എത്തുവാണെങ്കിൽ നമ്മളവിടെ എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും. കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു 5 പോയിന്റ് കണക്കിന് നമ്മുടെ എസ് എൽ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇല്ല നമ്മളിവിടെ മാനുവലി എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഓൾറെഡി ഇവിടെ മാനുവലി എക്സിറ്റ് ചെയ്യാൻ നമുക്കൊരു ഇവിടെ, അതായത് എവിടെയാണ് നമ്മൾ എക്സിറ്റ് ചെയ്യുന്നത് എന്ന് ഓൾറെഡി ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ ഓൾറെഡി ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഇൻഡിക്കേറ്റർ പ്രകാരം നമുക്ക് എക്സിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ടാർഗറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് ഇന്ന് രാവിലെ തന്നെ 9:15 ക്യാൻഡിൽ കാണാൻ പറ്റും. വലിയൊരു ബിഗ് ബാർ, വലിയൊരു ക്യാൻഡിൽ തന്നെയാണ്. ഓക്കെ, മാർക്കറ്റ് ഇറങ്ങുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇവിടുന്ന് മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ എൻട്രി പ്ലേസ് ചെയ്യുന്നതായിരിക്കും. ഗൈസ്, ഞാൻ എന്റെ സ്ട്രാറ്റജിയിൽ ട്രേഡ് വന്നാൽ മാത്രമേ ഞാൻ ട്രേഡ് എടുക്കാറുള്ളൂ. നമുക്ക് ഇവിടെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ടാർഗറ്റ് ഉണ്ട്. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ടാർഗറ്റ് നമ്മളോട് വെച്ചിട്ടുണ്ട്. ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ആയി കഴിഞ്ഞാൽ നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, കാരണം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് 24,500. ഓക്കെ, ആ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രോങ് സപ്പോർട്ടാണ്. വെയിറ്റ് ചെയ്യാം കുറച്ചുകൂടെ. ഈ ഒരു ക്യാൻഡിൽ തീരാൻ ഇനി വെറും ഒരു 37 സെക്കൻഡും കൂടെ ബാക്കിയുള്ളൂ. മാർക്കറ്റിൽ എന്ത് വേണം സംഭവിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എടുത്ത ട്രേഡ് നമ്മുടെ ഡയറക്റ്റിൽ തന്നെ എന്തും പോകണമെന്നൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ കാണാൻ പറ്റും 740 രൂപ പ്രോഫിറ്റ് എന്നുള്ളത്. അപ്പം ഞാൻ എന്റെ റിസ്ക് റിവാർഡ് പ്രകാരം ഈ 740 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് ആയിട്ട് കാര്യമില്ല. ഓക്കെ, നമുക്കൊരു 1:2, അതായത് ഞാൻ എന്റെ ട്രേഡിൽ ഞാൻ റിസ്ക് റിവാർഡ് വെച്ച് 1:2 മുതൽ 1:4, 5 ആ ഒരു റേഞ്ച് ആണ്. ഓക്കെ, അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എക്സിറ്റ് ചെയ്യാം. മിനിമം 3 കിട്ടുവാണെങ്കിൽ 1:3 കിട്ടുവാണെങ്കിൽ നമ്മൾ അവിടെ എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ,
നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ കാണാൻ പറ്റും ഓൾമോസ്റ്റ് നമ്മുടെ പ്രോഫിറ്റ് ഒരു 1000 വരെ പോയതാണ്. അതായത് 1:1 വരെ കിട്ടിയത് കേട്ടോ. 1:1 സോറി 1:1 അല്ല, 1:5 1:5 കിട്ടിയ കാര്യമില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ കാണാൻ പറ്റും റിവേഴ്സ് അടിക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ, അഥവാ റിവേഴ്സ് വന്നാൽ നമുക്ക് ചിലപ്പോ 10 പോയിന്റ് എസ് എൽ പോകാനുള്ള ചാൻസ് കുറവാണ്. നമ്മൾ അതിനും പെട്ടെന്ന് തന്നെ എക്സിറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു സെറ്റപ്പാണ് എൻ്റെ കയ്യിൽ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ എന്താ സംഭവിക്കുന്നത് നിങ്ങൾ തന്നെ കണ്ടോ. ഓക്കെ, നമ്മളിവിടെ മാനുവലി എക്സിറ്റ് അടിക്കുന്നതായിരിക്കും. മേ ബി ഇവിടെ മാനുവൽ എക്സിറ്റ് അടിക്കേണ്ടി വരും. നമുക്ക് നോക്കാം. ഓക്കെ, 300 പോയിന്റ് ഇതാണ്. എൻ്റെ എസ് എൽ വളരെ കുറവായിരിക്കും. ഓക്കെ ഓക്കെ, നമ്മളിവിടെ മാനുവലി എക്സിറ്റ് നോക്കാം. ഈ ഒരു ക്യാൻഡിലാണ് നമ്മൾ മാനുവലി എക്സിറ്റ് അടിക്കണോ വേണ്ടോ എന്ന് ഈ ഒരു ക്യാൻഡിൽ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, മേ ബി നെക്സ്റ്റ് ക്യാൻഡിൽ മാനുവൽ എക്സിറ്റ് തന്നെ അടിക്കേണ്ടി വരുമായിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്ത് നോക്കാം. കാരണം എന്റെ ട്രേഡിംഗ് സിസ്റ്റത്തിൽ എസ് എൽ വളരെ കുറവായിരിക്കും. ഓക്കെ, നമുക്ക് എസ് എൽ ഈസി ആയിട്ട് 10 പോയിന്റ് ഒന്നും എസ് എൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ രീതിയിൽ എസ് എൽ കൊടുത്തിട്ട് നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 270 പോയിന്റ് മൈനസ് ആയിട്ട് 400 പോയിന്റ്. ഓക്കെ, വെയിറ്റ് 500 ഗൈസ്. അപ്പൊ നമ്മളിവിടെ എക്സിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, എക്സിറ്റ്. ഗൈസ് നമ്മളിവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ട്രേഡ്. ഓക്കെ, നമ്മുടെ ട്രേഡ് ക്ലോസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ 1.1 അതായത് 1:1 വരെ നമ്മുടെ എസ് എൽ ഇവിടെ പോയിട്ടില്ല. പക്ഷേ മാർക്കറ്റ് ഇനി എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ കണ്ടോ. മാർക്കറ്റ് ഇന്ന് സൈഡ് വേസ് ആകാനുള്ള ചാൻസ് കൂടുതൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇന്നത്തെ ട്രേഡ് നമ്മളിവിടെ ക്ലോസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഗൈസ്, അങ്ങനെ നമുക്ക് ഇന്ന് ഓൾമോസ്റ്റ് 1500 രൂപയാണ് ലോസ്. 200 ക്വാണ്ടിറ്റി ആണ് നമ്മൾ ബൈ ചെയ്തത്. പക്ഷെ ഈ ഒരു 200 ക്വാണ്ടിറ്റിയിൽ ഈ ഒരു ലോസ് എന്ന് പറയുന്നത് വലിയ പ്രശ്നമില്ല. ഓക്കെ, മാർക്കറ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ തിരിച്ചു കയറി പോകുന്നുണ്ട്. മേ ബി എന്റെ ഒരു അനാലിസിസ് പ്രകാരം ഇവിടുന്ന് തിരിച്ചു കയറി പോകാൻ വേണ്ടി പാടില്ല. ഓക്കെ, തിരിച്ചു കയറിയാണ് മാർക്കറ്റ് പോകുന്നത്. നമുക്ക് നോക്കാം. ഈ ഒരു ക്യാൻഡിൽ തീരാൻ വേണ്ടി ഇവിടെ ഈ ഒരു ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു ട്രാപ്പ് ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ. ഓക്കെ, ഒരിക്കലും മാർക്കറ്റ് ഇവിടുന്ന് മേലോട്ട് പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഒന്നെങ്കിൽ സൈഡ് വേസ് മാർക്കറ്റ് ആയിരിക്കാനും ചാൻസ് കൂടുതലാണ്. ഓക്കെ ഗൈസ്, അപ്പൊ ഇന്നത്തെ ട്രേഡ് എക്സാക്ട് നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടുന്ന് ട്രേഡ് എടുത്താണ് ഈ ഒരു റേഞ്ച് വരെ ടാർഗറ്റ് ഹിറ്റായി. പക്ഷേ നമ്മൾ ഇന്നൊരു മിസ്റ്റേക്ക് ചെയ്തു. നമ്മള് പെട്ടെന്ന് തന്നെ നമ്മുടെ അതായത് ഈ ഒരു ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡിൽ റിവേഴ്സ് കയറിയപ്പോൾ തന്നെ നമ്മളവിടെ എക്സിറ്റ് ചെയ്തു. അതുകൊണ്ട് നമുക്കിന്ന് പ്രോഫിറ്റ് ഇല്ല. ഓക്കെ, ഇവിടം തൊട്ട് ഇവിടം വരെ നമ്മൾ എക്സിറ്റ് ആയി. സോറി, ഇവിടം മുതൽ ഇവിടം വരെ ടാർഗറ്റ് നമ്മൾ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ ഇവിടെ സംഭവിച്ചെന്താ വെച്ചാൽ നമ്മുടെ ട്രേഡ് പ്ലാനിങ് കറക്റ്റ് ആയിരുന്നു, പക്ഷെ നമ്മൾ ഇവിടെ പ്രോഫിറ്റ് മേക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം. എന്തായാലും നമുക്ക് നോക്കാം. ഇന്നത്തെ ട്രേഡ് ഇവിടെ ഞാൻ ക്ലോസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഓൾറെഡി നമ്മുടെ ലിമിറ്റ് ഇന്നത്തെ ലോസ് ലിമിറ്റ് ആയിട്ടുണ്ട്. ഗൈസ്, ഇപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ കുറച്ച് സാഡ് ആയിപ്പോയി. കാരണം നമ്മളെ ടാർഗറ്റ് നമ്മൾ ട്രേഡ് എടുത്തിരുന്ന ടാർഗറ്റ് എക്സാക്ട് ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് വീണ്ടും മാർക്കറ്റ് ഇപ്പൊ തിരിച്ചു കയറി പോകുന്നത്. ഓക്കെ, എക്സാക്ട് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഞാൻ എടുത്ത ട്രേഡ് ഇന്നത്തെ ലോസ് എന്ന് പറയുന്നത് 1768 രൂപയാണ്. ഇപ്പൊ നിഫ്റ്റി ഇവിടെ പ്രസന്റ്ലി സംബന്ധിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും നിഫ്റ്റി സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഓൾറെഡി ഇവിടെ മാർക്ക് ചെയ്ത് വെച്ച് സപ്പോർട്ട് ഇവിടെ നിഫ്റ്റി എടുക്കുന്നുണ്ട്. മേ ബി ഇവിടെ തിരിച്ചു കയറാനുള്ള ചാൻസും കൂടുതലാണ്. കാരണം ഇവിടെ ഒരുപാട് എസ് എൽ ഉണ്ട്. ഇവിടെ തിരിച്ചു കയറി കഴിഞ്ഞാൽ എപ്പോഴാണ് ബ്രേക്ക് ചെയ്യുന്നത് നല്ലൊരു അപ്പ് വരാനുള്ള ചാൻസും കൂടുതലാണ്.